എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വെളിപാട് പുസ്തകം 1:8. വെളിപാട് 1:8. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ വചനത്തിൽ കർത്താവ് തന്നെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ആൽഫയും ഒമേഗയും എന്ന് പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തേതും അവസാനത്തെയുമായ അക്ഷരങ്ങളാണ്. അതായത് കർത്താവ് ആദ്യം അന്തവുമാണ്, എല്ലാറ്റിൻ്റെ ആരംഭവും അവസാനവും. നമ്മുടെ ഒക്കെ ജീവിതം, വിശ്വാസം, ചരിത്രം എല്ലാം അവൻ്റെ കൈകളിലാണ്. ദൈവം ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ എന്ന് പറഞ്ഞപ്പോൾ കാലത്തിന് മുഴുവൻ ചരിത്രവും അവൻ്റെ സാന്നിധ്യത്തിൽ ഉൾപ്പെടുന്നു. ഭൂതകാലത്തിലും അവൻ ദൈവമായിരുന്നു, ഇപ്പോഴും അവൻ നമ്മോടൊപ്പം ഇരിക്കുന്നു, വരും ദിവസങ്ങളിലും അവൻ നമ്മെ വിട്ടൊഴികയില്ല. അതിനാൽ വിശ്വാസിക്ക് ഭയം വേണ്ട, കാരണം സർവകാലങ്ങളിലും അവൻ നമ്മുടെ കൂട്ടാളിയാണ്. സർവശക്തിയുള്ള ദൈവം എന്ന് പറയുന്നത് നമ്മെ ആശ്വസിപ്പിക്കുന്ന വലിയൊരു സത്യം കൂടിയാണ്. മനുഷ്യർക്ക് കഴിയാത്തത് അവനാൽ സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, ആശങ്കകൾ ഇവയെല്ലാം വലിയവയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ അവയെല്ലാം ചെറുതാണ്. പ്രിയരെ, നമ്മൾ പലപ്പോഴും ആരംഭത്തിൽ ഉത്സാഹത്തോടെ തുടങ്ങുന്നുവെങ്കിലും അവസാനിപ്പിക്കാൻ ശക്തിയില്ലാതെ പോകാറുണ്ട്. പക്ഷേ നമ്മുടെ ദൈവം ആദിയും അന്തവുമാകിയാൽ അവൻ തന്നെ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്ക് ഒരു ഉറച്ച വിശ്വാസം അത് നൽകുന്നുണ്ട്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്നുള്ള ഒരു ഉറപ്പ്. 2, അവൻ എപ്പോഴും നമ്മുടെ വിശ്വസ്തനായ ദൈവമാണെന്നുള്ള ഒരു ഉറപ്പ്. 3, സർവശക്തനായ അവനിൽ പ്രത്യാശ വെച്ചാൽ ഭാവിയെക്കുറിച്ചുള്ള ഭയം വേണ്ടെന്നുള്ളൊരു ഉറപ്പ്. അതുകൊണ്ട് നാം ഇപ്രകാരം പറയാം: ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ്, സർവശക്തനാണ്. ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്.